Squad, attention! Ready for drill, sir. Carry on. Squad, left, turn. Squad, about turn. Squad, about turn. Move to the right and raise, right turn. Squad, about turn. Squad, move to the left and raise, left turn. Squad, move to the left and raise, left turn. Squad, move to the right and raise, right turn. Squad, move to the left and raise, left turn. Squad, yellow turn. Squad, move to the left and raise, left turn. Squad, move to the right and raise, right turn. Remove it. FIR എവിടെ? സ്റ്റേഷനിൽ വിവരം അറിയിച്ചാരാണ്? ഇവിടെ നിൽപ്പുണ്ട് സർ. വിളിക്കൂ. നിങ്ങൾ? ഞാൻ ഔസേപ്പച്ചന്റെ സണ്ണിലാണ് സർ. എന്താ പേര്? ജോണി. വരൂ. ഇത് ഔസേപ്പച്ചൻ, ഓമനയുടെ ഫാദറിലോ. സണ്ണി, ഓമനയുടെ ഭർത്താവ്. മിസ്റ്റർ നാരായണൻ, ഇവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ. ടെറസിലേക്കുള്ള വഴി ഏതാണ്? ഇവിടെയാണ് സർ. ഇതിലെ ഇൻക്വസ്റ്റ് ഹോൾഡ് ചെയ്യട്ടെ സർ. ഓക്കെ. എന്തായത്? ഇവിടെ എഴുന്നേക്കണം. ഓടി തുടരുത്. മാറിയേക്കും. മാറിയേക്കണം. ഇവരൊക്കെ ആരാണ്? കുട്ടിയുടെ അപ്പനും സഹോദരിയുമാണ് സർ. കാണിച്ചു കൊടുക്കും. Cover it. ഡെഡ് ബോഡി കൊണ്ടുപോകാം. ശരി, വരൂ.
ഞാൻ തിരുവനന്തപുരം ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ RMO ആണ്. കുമാരപുരം പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 25/86 കേസിലെ 25 വയസ്സുള്ള ഓമന എന്ന സ്ത്രീയുടെ പ്രേതം ഞാൻ ഇന്നേ ദിവസം 30/6/87 പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയിട്ടുണ്ട്. പരിശോധനയിൽ തലയ്ക്കും കഴുത്തിലുമുള്ള മുറിവുകളല്ലാതെ ദേഹത്ത് വരെ പാടുകൾ കണ്ടില്ല. ഓമന മരിച്ചിട്ടുള്ളത് അഗാധമായ വീഴ്ചയിൽ തലക്കേറ്റ ക്ഷതം കൊണ്ടാണ്. പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഓമനയുടെ മരണം നടന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിരുന്നു. പരിശോധനയിൽ ബലപ്രയോഗം നടന്നതായ ലക്ഷണങ്ങളൊന്നുമില്ല. പരിശോധിച്ചിട്ടുള്ള പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് അയച്ചു തരുന്നതാണ്. അച്ചായ, ഇത്രയും ദിവസമായില്ലേ അച്ചായ, ഇനിയും ഇങ്ങനെ? ണ്ട്. അളിയ, ചെന്നില്ല കഴിക്ക്. ഇച്ചയൻ മാന്നേ. എനിക്കൊന്നും വേണ്ട. സണ്ണി താഴെ വിളിക്കുന്നു. ഇരിക്കും. സണ്ണി വാച്ച് കേട്ടാറില്ലേ? ഇല്ല. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 4 വർഷമായി. പൊതുവെ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? സന്തോഷമായിരുന്നു? അതെ. എന്ന് വെച്ചാ നിങ്ങൾ തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല? ഇല്ല. ഒരു വഴക്കോ ശകാരമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല? ചിലപ്പോ ചില്ലറ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സംഭവ ദിവസം അങ്ങനെ വല്ലതും ഉണ്ടായോ? ഉണ്ടായി. എന്തിനാ ഉണ്ടായത്? ഞാൻ അല്പം മദ്യം കഴിക്കും. അതവൾക്ക് ഇഷ്ടമല്ല. അന്ന് നടന്ന സംഭവം വ്യക്തമായിട്ട് ഓർക്കുന്നില്ലേ? ഒന്ന് പറഞ്ഞേ. എവിടെ പോവാ? എന്തുകൊണ്ടാണ് എന്നിട്ട്? കുടിക്കാൻ പോവല്ലേ? അതെ. ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ കുടിക്കരുതെന്ന്? ഡോക്ടർ അങ്ങനെ പലതും പറയും. കൈമാറ്റ്. കുടിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് കുടിച്ചോളൂ, പുറത്തു പോകരുത്. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ കൈമാറ്റ്. ഇല്ല, ഞാൻ പോകാൻ അനുവദിക്കില്ല. പിന്നെ അത് നീയല്ലേ തീരുമാനിക്കുന്നത്? മാറിയോട്ട്. നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞ അവൾ എതിർത്തപ്പോ നിങ്ങൾ ബലം പ്രയോഗിച്ച അവളെ? ഇല്ല സാർ, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾ അവളെ ഒരിക്കലും ദേഹോപദ്രവം ചെയ്തിട്ടില്ല? ഇല്ല സാർ, വല്ലപ്പോഴും ഒരു ശകാരവും വഴക്കോ അല്ലാതെ അവളെ ഞാൻ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓമനെ ആത്മഹത്യ ചെയ്തതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ മനസ്സിൽ മറ്റൊന്നും തോന്നുന്നില്ല സാർ. നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ഓമനെ എപ്പോഴെങ്കിലും വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പറയൂ. അവൾ മുമ്പൊരിക്കൽ അതിന് ശ്രമിച്ചതാണ്. ഭാഗ്യത്തിന് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അതെപ്പോൾ സംഭവിച്ചു? 5-6 മാസം മുമ്പ് ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവൾ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു കിടക്കുന്ന കണ്ടു. സമയത്ത് എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓമനയോട് ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചില്ലേ? പല പ്രാവശ്യം ചോദിച്ചു. എന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ സാർ? എന്ന് വെച്ചാൽ? ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞവൾ ഒഴിഞ്ഞു മാറും. വിചിത്രമായിരിക്കുന്നു. സ്വന്തം ഭാര്യ ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അല്ലേ? അതേപറ്റി നിങ്ങൾ അന്വേഷിച്ചുമില്ല അല്ലേ? പറയടോ. ഓമനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല സാർ. അതിന്റെ വേദനയായിരുന്നു അവൾക്ക്. എന്നാര് പറഞ്ഞു? ഡോക്ടർ മോഹൻദാസ്, സൈക്കാട്രിസ്റ്റ്. സൈക്കിയാട്രിസ്റ്റ് ആണോ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്ന് ഗൈനക്കോളജിസ്റ്റ് തന്നെയാ പറഞ്ഞത്. ഓമന മാനസിക രോഗിയായിരുന്നു? ചില സമയങ്ങളിൽ അവൾ വളരെ മൂടിയായിരുന്നു. ആരോടൊന്നും മിണ്ടാതിരിക്കും.
അതുകൊണ്ട് ഡോക്ടർ മോഹൻദാസിനെ കാണിച്ചു. ഡോക്ടർ എന്ത് പറഞ്ഞു? കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിന്റെ വിഷമമാണ് അവൾക്ക്. കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളൂന്ന് പറഞ്ഞു. ഓമനയുടെ ആത്മഹത്യാശ്രമം നിങ്ങൾ പോലീസിൽ അറിയിച്ചിരുന്നോ? ഇല്ല സാർ. ആത്മഹത്യാശ്രമം കുറ്റകരമാണ്. അതുപോലെ തന്നെ അത് മറയ്ക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ആ. പിന്നെന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല? അപമാനം ഭയന്നാണ് സാർ. ഓഹോ, അപ്പോ അപമാനത്തെ ഭയമാണല്ലേ? ഈ മരണത്തിന് പുറകിലും അപമാനകരമായി വല്ലതും നടന്നിട്ടുണ്ടോ? എന്ന് വെച്ചാൽ പുറത്തു പറയാൻ പറ്റാത്തതായി? അങ്ങനെയൊന്നുമില്ല സാർ. സംഭവ ദിവസം എത്ര മണിക്കാണ് നിങ്ങൾ പുറത്തേക്ക് പോയത്? വൈകുന്നേരം ഒരു 8 മണിക്കാണ്. നിങ്ങൾ വാച്ച് കെട്ടാറില്ലല്ലോ, പിന്നെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് 8 മണിക്കെന്ന് പറയാൻ സാധിച്ചത്? അത് സാർ, ഞാനെന്നും പതിവായിട്ട് ആ സമയത്താണ് പറയൂ. ആ സമയത്താണ് കമല ടൈൽ ഫാക്ടറിയിൽ സേറിനടിക്കുന്നത്. നിങ്ങൾ അതല്ലല്ലോ പറയാൻ ഉദ്ദേശിച്ചത്. അതെ സാർ. അല്ല, സത്യമായിട്ടും അതെ സാർ. നോ, നിങ്ങൾക്ക് പോകാം. സാർ, ഒന്നുകൂടി വരട്ടിയാൽ ചിലപ്പോൾ സണ്ണി ഉള്ളത് പറഞ്ഞേക്കും. ഇപ്പൊ എത്ര ചോദിച്ചാലും അയാൾ നുണയെ പറയൂ. ഹി ഈസ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. യെസ് സർ. ഔസേപ്പച്ചനെ വിളിക്കൂ. ഔസേപ്പച്ചനെ അകത്തേക്ക് വിളിക്കുന്നു. ഔസേപ്പച്ചൻ അന്ന് രാത്രി എത്ര മണിക്കാണ് വീട്ടിലെത്തിയത്? ഒരു 10-10:30 മണിയായി കാണും. എന്ന് പറഞ്ഞാൽ 10 or 10? കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഔസേപ്പച്ചൻ, നിങ്ങൾ അന്ന് എവിടെ പോയിരിക്കായിരുന്നു? എറണാകുളത്ത്. എന്തിന്? ഒരു ബിസിനസ് ആവശ്യത്തിന്. കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാനും കാര്യസ്ഥൻ മത്തായിയും ഡ്രൈവർ വാസുവും. തിരിച്ചിവിടെ എത്തിയപ്പോൾ കാര്യസ്ഥൻ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല, അയാളെ വീട്ടിൽ ഇറക്കിയിട്ടാ ഞാൻ വന്നത്. ഡെഡ് ബോഡി നിങ്ങളല്ലേ ആദ്യമായി കണ്ടത്? അതെ. അതൊന്ന് കൃത്യമായി വിശദീകരിക്കാമോ?